നെയ്യണേ ചേറിയിട്ട് വേണം ചോറ് വെക്കണമെങ്കിൽ. ഓരോ പ്രാണിയുണ്ട്. കുറിഞ്ചാത്തൻ. ഇതിന് കുറിഞ്ചാത്തൻ എന്നാ പറയുക. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചിട്ട് ആര്യവേപ്പിലിട്ടാൽ പൂവെന്നൊക്കെ പറയുന്നത്. കൊണ്ടുവരുമ്പോൾ ഒന്നുമില്ല, ഒരു 10-20 ദിവസമായില്ല, അപ്പോഴേക്ക് തന്നെ വന്നു. വെയിലത്ത് വെച്ചാൽ പൂ നല്ല വെയിലുണ്ട്. ഇടയിൽ ഓരോ മഞ്ഞ കളർ അരി, പിന്നെ വെള്ള കളർ അരിയും. ചുടുവെള്ളത്ത് കഴിയും കേട്ടോ. അരി കൈ കൊള്ളും. പോണ്ട അരി ഇട്ടേട്ടാ. വന്നിട്ട് ഇന്ന് പടവലങ്ങ കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടൊരു കറിയാണത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്നും പറയട്ടെ, ഇന്നും പറയുന്ന പോലെ ഇന്നും പറയട്ടെ. നമ്മൾ എളുപ്പത്തിൽ പടവലങ്ങ കറി എങ്ങനെ വയ്ക്കാൻ നോക്കട്ടെ. മണ്ണിക്ക് പനിയുണ്ട് കേട്ടോ. പനി മാറി. പടവലങ്ങ കറി വെക്കാട്ടാ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാട്ടാ, കുറച്ച് മതി. നന്നായി ചൂടാവട്ടെ. ഒരു 4 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഒരു 6-7 ചെറിയുള്ളി. കത്തുന്നുള്ളൂ, കത്തിയല്ലേ ചോദിച്ചു. മൂക്കണ്ടേ? 2 മൂത്ത് വരട്ടേട്ടാ. ഉള്ളിയൊക്കെ മൂത്ത് വന്നു. നമ്മൾ പടവലങ്ങ ഇട്ട് കൊടുക്കാം. അടുപ്പിൽ വയ്ക്കുമ്പോൾ നല്ല രസം. നേരത്തെ ചോറാകുമ്പോൾ അടുപ്പിൽ വെക്കും. ഇവിടെ നല്ല വിസ്താരം ഉള്ളതുകൊണ്ട് നന്ന പണിയെടുക്കാൻ സുഖമാണ്. അതെ, ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വെക്കൊക്കെ ചെയ്യും. ഈ പടവലങ്ങ ഒന്ന് വഴണ്ട് വരട്ടേട്ടാ. പടവലങ്ങ വഴണ്ട് വന്നു. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി 2 പുളിയുള്ള തക്കാളി ഇട്ടാ. പല പല സൗണ്ട് കേൾക്കുന്നുണ്ടോ? ക്ഷമിക്കുക. പുളിയുള്ള തക്കാളി ഇട്ടാൽ ഒരു ചെറിയൊരു പുളിയൊക്കെ കിട്ടുള്ളൂ. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കല്ലുപ്പാണ് കേട്ടോ.
അടച്ച് വെച്ച് വേവിക്കുക. ഇനി തേങ്ങ അരയ്ക്കാം. തേങ്ങ പൊട്ടി അല്ലേ ചേർത്തെടുക്കാൻ പൊട്ടി കൊണ്ടുപോയി പിടിക്കുക. രാവിലെ തുടങ്ങി അയവർത്തും കൊണ്ട് വറക്കും. കഷ്ണം അരിയണ പോലെ അരിഞ്ഞെടുക്കാം. ചിരട്ട പൊട്ടിയായി. ഞാൻ കഴിവഴിക്കും കാരണം ചെറിയൊരു മുറി തേങ്ങാട്ടാ അരയ്ക്കാനുള്ളത്. ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. നന്നായി അരച്ചിട്ട് വരാം. പടവലങ്ങ വെന്തൂട്ടാ ഉണ്ടാവും. അതെ അതെ. നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. എന്താ അരച്ച്? ഇത് കണ്ടില്ലേ സൗണ്ട് ഇല്ലാണ്ട് അരച്ച്? എവിടെയോ ആയിരുന്നു. ചാറ് കഴുകിയിട്ട് നല്ല വെറൈറ്റി കളർ. നന്നായി ഒന്ന് തിളക്കട്ടെ. ഇറക്കട്ടെ. തിളച്ചു. നമുക്ക് താളിക്കാം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവട്ടെ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. കറിവേപ്പില റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് എൻ്റെ പടവലങ്ങ കറി? സൂപ്പറല്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പപ്പടം ഒരു മുട്ട വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. സൂപ്പർ പടവലങ്ങ കറി കേട്ടോ. വയ്ക്കാത്തത് വെച്ച് നോക്കുക. അടിപൊളിയായിട്ടുണ്ട്. പരിപ്പ് വേണ്ട, തേങ്ങ മാത്രം മതി. ഇപ്പം ഇന്നും ഇത് മാത്രമേ ഉള്ളൂ. കൊണ്ടുപോയി ചോറിനിട്ടേട്ടാ. എങ്ങനെയുണ്ട് പടവലങ്ങ? അടിപൊളി. ഇത് മൂത്ത പടവലങ്ങ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഉണ്ണിക്ക് ഇതായിരിക്കും. ഞാൻ ഉണ്ണട്ടെ. നമ്മുടെ ഇരുമ്പമ്പുളി ഉണ്ടോ? നിറയെ ഉണ്ട് കേട്ടോ. നിറയെ ഉണ്ടായിട്ടുണ്ട്. പ്രാവശ്യം നിറയുണ്ട്. 4 അച്ചാറിടാൻ വലിക്കട്ടെ. വന്നിട്ട് ഇത് കേടായിട്ടത്. കേടായതൊക്കെ കളയും. കേടായതൊക്കെ കളയാം. മൂത്തുടാ. വലുതൊക്കെ എടുത്തു കളഞ്ഞാ. ഇവിടെ ഉള്ളവര് എല്ലാ മീനും ഇതാ വിൽക്കും ഇവിടെ. നല്ല മൂത്താകാം. ചീക്കുട്ടി മണ്ണും കൊണ്ട് ഇടികല്ല് ഉണ്ടാക്കിയതാണ് കേട്ടാ. ഞാൻ വീട്ടിൽ നിന്ന് മണ്ണ് കൊണ്ടതാണ്. കളിമണ്ണേ വേണം പറഞ്ഞിട്ട് എന്താ ഇടികല്ല് ഇനി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചന്ദനത്തിരി കുത്താനാണ് ഇത്ര. സ്റ്റാൻഡ് ഹോളിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇത് തുടങ്ങിയ ഓരോ കരവിരുതാണ്. ഇതെന്താ മനസ്സിലായോ? ചിരാതാണ് കേട്ടോ വിളക്ക് വയ്ക്കണത്. അളവൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. സൂപ്പറായില്ലേ? ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.